ടിനി ടോം അൻസിബ വിവാദത്തിൽ അമ്മയിൽ ഇന്ന് കൂടുതൽ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തന്റെ കരിയർ തകർക്കാനാണ് ടിനി ടോം ശ്രമിച്ചതെന്നും ടിനിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് അൻസിബ ആവശ്യപ്പെട്ടത്. അൻസിബ അതേസമയം ഇതിൽ അൻസിബയുടെ വാക്കുകൾ കൂടി പുറത്തു വന്നിരുന്നു. അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. എന്ത് ആസൂത്രിത നീക്കം. ഞാൻ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു പ്രോഗ്രാം ഷൂട്ടിന് പോയതാണ്. ലേറ്റ് നൈറ്റ് 1:30 വരെയൊക്കെ ഷൂട്ടാണ്. അതിൻ്റെ ഇടയിൽ എന്ത് ആസൂത്രണം ചെയ്യാൻ? എന്നെ വിളിക്കുന്ന ആർക്കും പോലും കിട്ടില്ല. ഞാൻ ദൃശ്യം സിനിമ പോലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് എന്ത് ആസൂത്രണം ചെയ്യാൻ? അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അന്ന് ഞാൻ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പരാതി അയച്ചതാണ്, ഞാൻ പറഞ്ഞതാണ് ഇത് നിങ്ങൾ അന്വേഷിക്കണം എന്ന്. 2 ഭാരവാഹികൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂറാണ് ഹറാസ് ചെയ്യപ്പെട്ടത്. എന്നെ പോലീസ് സ്റ്റേഷനിൽ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചന എല്ലാവരും തെളിയിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇസ്ലാമിലേക്ക് ടിനി ടോം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഡ്രൈവറെയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് പറഞ്ഞത്. അടുത്തത് ആരോപണം. പിന്നെ അവിഹിത കഥകളുടെ ഘോഷയാത്ര, നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസ്ഥാപനത്തിനും കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ സമയം തൊട്ട് ഞാൻ വർഗീയവാദിയാണ്. ആ സമയം തൊട്ട് അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ ഒരാഴ്ചക്കകത്താണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വ്യാജ പരാതി പോയത്. ഇത്രയൊക്കെ നടക്കുമ്പോൾ ഗൂഢാലോചന ഏത് ഭാഗത്തു നിന്നാണ് വന്നത് എന്ന് തിരിച്ചും ചിന്തിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ അനുഭവിക്കാൻ പോകണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ. അതേസമയം വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്നും അൻസിബ സഹോദരിയെ പോലെയാണെന്നുമാണ് ടിനി ടോം പ്രതികരിച്ചത്. അൻസിബ ഹസന്റെ ആരോപണം അമ്മ അധ്യക്ഷ ശ്വേതാ മേനോൻ തള്ളി. മെയ് 12 തന്ന അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? മെയ് 23rd. അപ്പോൾ why not before this? Why only today? I mean, I'm feeling bad because ആ കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് എ വെരി ഗുഡ് EC മെമ്പറാണ്. നല്ല ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ദാറ്റ് ഐ ഹാവ് ടു സേ ദിസ് ബിക്കോസ് മീഡിയ വഴി ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയിൽ ഇതിന്റെ ഉത്തരം തരികയാണ്. 17 ആൾക്കാരിൽ ഒരാൾ കേട്ടു. ഓക്കെ, സോ വൈ നോട്ട് ദി അതർ 15 ആൾക്കാരും? അൻസിബയും കേട്ടിട്ടില്ല. അൻസിബന്റെ സ്വന്തം നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞത് അൻസിബ കേൾക്കാത്ത വാക്കുകളാണ് അൻസിബയോട് പറഞ്ഞത്. സോ വൈ? നമ്മൾ അൻസിബ എനിക്ക് തോന്നുന്നു ജനറൽ സെക്രട്ടറി 2 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. യെസ്, 100%. ടിനി ടോമിനെതിരെ നടി നീന കുറുപ്പും അമ്മയ്ക്ക് പരാതി നൽകി. കുടുംബസംഗമത്തിൽ ടിനി അപമാനിച്ചുവെന്നാണ് പരാതി. ടിനി ടോം അൻസിബയെ അപമാനിച്ചത് താൻ കേട്ടിരുന്നതായും നീന കുറുപ്പ് പരാതിയിൽ പറയുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇന്നലെയായിരുന്നു അൻസിബ ഇത്തരത്തിൽ ടിനി ടോമിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നത്. എന്നാൽ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമായിരുന്നു അമ്മയുടെ ഭാഗത്ത് നിന്നുമുണ്ടായത്, ശ്വേതാ മേനോന്റെ ഭാഗത്ത് നിന്നുമുണ്ടായത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അൻസിബ ഇതിലൊരു ഗൂഢാലോചനയുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ. അമ്മ വിവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ നിശ്ചയമായും ഇത് ഈ സംഘടനയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആ രീതിയിലേക്ക് വിവാദങ്ങളുടെ ഒരു കൂട് തന്നെയാണ് തുറന്നുവിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ അവരെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു എന്നതാണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ മറ്റൊന്നുകൂടി ഈ നീന കുറുപ്പിൻ്റെ കൂടി പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. അത് ടിനി ടോമിനെതിരെ തന്നെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണോ അൻസിബ പറഞ്ഞത് അത് അക്ഷരം പ്രതി ശരിവയ്ക്കുന്നതാണ് അവരുടെ ഒരു പരാതി. അവർ കൃത്യമായി ഈ പരാതിയിൽ പറയുന്നു, അമ്മയുടെ ഈ പൊതുയോഗം നടന്ന സമയത്ത്, ഫെബ്രുവരിയിൽ നടന്ന സമയത്ത് തനിക്കെതിരെ വലിയ രീതിയിൽ തന്നെ ടിനി ടോം തനിക്കെതിരെ അസഭ്യവർഷം നടത്തുകയും തന്നെ കയ്യേറ്റം ചെയ്യുമോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. മറ്റുള്ളവർ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് തനിക്കെന്ന മർദ്ദനമേൽക്കാതിരുന്നത് എന്നതുകൂടി ഈ
അമ്മയുടെ ഈ ഭാരവാഹിത്വത്തിലുള്ളവരിൽ നിന്ന് ഈ രീതിയിലുള്ള പെരുമാറ്റമുണ്ടായതോടുകൂടി നീന കുറുപ്പിൻ്റെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ടിനി ടോമിനെതിരെ തന്നെയാണ് കൃത്യമായ രീതിയിൽ തന്നെ പരാതി പറയുന്നത്. ഇത് ടിനി ടോമിൽ നിന്ന് മറ്റുള്ളവർക്കും ഇത്തരം മോശം അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ ഇയാൾ പെരുമാറുന്നത് ഒരു പതിവ് രീതിയിലേക്കെല്ലാം തന്നെ പോവുകയാണ്. ഇയാൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നീന കുറുപ്പ് പരാതി നൽകിയതുമാണ്. അമ്മ പ്രസിഡന്റിന് പരാതി അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും നടപടിയെടുത്തില്ല. അങ്ങനെ ഇന്നലെ അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറഞ്ഞ ആ രീതി അവർക്ക് പരാതി കാര്യമായി ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം പരാതികൾക്ക് ഒരു നടപടിയെടുക്കാനായിട്ട് ഉറപ്പുള്ളൊരു നേതൃത്വമല്ല അമ്മയുടേതെന്ന് അടിവരയിടുന്നതാണ് ഈ രീതിയിൽ ഇപ്പോൾ പുറത്തു വരുന്ന സംഭവങ്ങൾ. അവർ കൃത്യമായും ഇന്നലെ അൻസിബ പറഞ്ഞതുപോലെ ടിനി ടോമിനൊപ്പം നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട്. ടിനി ടോം ഒരു സ്വാധീന ശക്തിയാണ്, മറ്റുള്ളവരെ തകർക്കാൻ പോകുന്നൊരു ശക്തിയാണ് സംഘടനയിൽ എന്നെല്ലാം തന്നെ അവർ പറയുന്നത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഇതുപോലൊരു പരാതി ഉണ്ടായിട്ട് ഒരു നടപടിയും ഇല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ ഈ പരാതിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലാത്ത ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. നീന കുറുപ്പ് നേരത്തെ തന്നെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്. അതിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ അൻസിബയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പലതിനും താൻ സാക്ഷിയാണ്, തനിക്കിത് അറിയാമെന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ ഒരംഗത്തിന് എതിരെ നടത്തിയ ഈ ഒരു പരാമർശങ്ങൾ തീർത്തും അവഹേളിക്കുന്ന രീതിയിൽ, അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ നടത്തിയ പ്രസ്താവനകൾ, ഇതിനെല്ലാം തനിക്കും കൂടി അറിയാവുന്നതാണ് ഇങ്ങനെ ഈ ടിനി ടോം നടത്തുന്ന കാര്യങ്ങൾ എന്നെല്ലാം തന്നെ അതിൽ പരാതിയിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അമ്മ നേതൃത്വം അതിനെതിരെ ഒരു നടപടിക്ക് പോലും വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അതിൽ ടിനി ടോമിൻ്റെ ഒരു അപ്രമാദിത്വമോ മറ്റെന്തെങ്കിലും ആവാം അതിനുള്ളൊരു കാരണം. ഇന്നലെ ടിനി പറഞ്ഞത് അൻസിബ തനിക്ക് സഹോദരിയെ പോലെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ വാചാലനായി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നീന കുറുപ്പിൻ്റെതടക്കമുള്ള പരാതികൾ പുറത്തു വരുന്നൊരു പശ്ചാത്തലത്തിലുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ അമ്മയിൽ നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സുനിശ്ചിതമാണ്. കാരണം പുതിയ ഭരണസമിതി അധികാരമേറ്റ സമയം മുതൽ തന്നെ ഈ രീതിയിലുള്ള ചില പരാമർശങ്ങൾ കുറച്ച് അവരുടെ ഒരു തുടക്കത്തിന് ശേഷം പിന്നീട് പല കോണുകളിൽ നിന്നായിട്ട് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരുന്നു. അമ്മ പ്രസിഡന്റ് ഒരു നടപടിയും എടുക്കാതെ പോകുന്ന ഒരാളാണ്, ഒരു പാവ പ്രസിഡൻ്റാണ് എന്ന രീതിയിൽ അടക്കമുള്ള ഒരു പരാമർശങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ശരിവെച്ച് പോകുന്ന രീതിയിലേക്കാണ് വരുന്നത്. കാരണം ഈ പരാതിയിലടക്കം നടപടികൾ ഉണ്ടാകുന്നില്ല, അവർക്ക് മുകളിൽ ആരോ നിയന്ത്രിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇത്തരം വരുന്ന പരാതികളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് മൂടിവെക്കുക, പുറത്തേക്ക് വരാതെ പരമാവധി അത് മൂടിവെക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഇവരൊരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ പോകുന്നത്. പക്ഷേ അത് അതിൻ്റെ ഒരു മൂർധന്യതയിലെത്തിയിരിക്കുന്നു, അതിൻ്റെ പരമാവധിയിലെത്തിയിരിക്കുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. വരും മണിക്കൂറുകളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.